2006 ഫോറസ്റ്റ് റൈറ്റ് ആക്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് വന്നത് എന്ന് നോക്കാം. കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ മുന്നേ തന്നെ ട്രൈബലിനും ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് കമ്മ്യൂണിറ്റീസിനും ഫോറസ്റ്റ് ലാൻഡിലും പിന്നെ ഫോറസ്റ്റ് റിസർവിലും ഫോറസ്റ്റിനെ കൺസർവ് ചെയ്യലും അതിൻ്റെ സംരക്ഷണത്തിന് വലിയൊരു പങ്കുണ്ടായിരുന്നു, വലിയൊരു അവകാശം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ഈ ഫോറസ്റ്റ് ലാൻഡിൻ്റെ പൊസിഷൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ബ്രിട്ടീഷുകാർ ലാൻഡ് പൊസിഷൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പല നീക്കങ്ങളും പല നിയമങ്ങളും അവർ കൊണ്ടുവന്നു. അങ്ങനെ വന്നതാണ് 1865 ആക്ട്, 1878 ആക്ട്, 1927 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്. ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ട് അവർ ഈ ലാൻഡിൻ്റെ പൊസിഷൻ അവർ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. 1927 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് പ്രകാരം ട്രൈബൽ പീപ്പിളിൽ നിന്നും ഫോറസ്റ്റ് റിസർവിൻ്റെ റൈറ്റ്സ് സ്റ്റേറ്റിന് കൈമാറി. ഇതിൻ്റെ ഫലമായിട്ട് വളരെ വലിയ എൻക്രോച്ച്മെൻ്റ് ആണ് ഉണ്ടായത്. സ്റ്റേറ്റിൻ്റെ റിസർവ് അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ റവന്യൂ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു വ്യാജേന കോർപ്പറേറ്റ്സ് പിന്നെ ബിസിനസ് മാനൊക്കെ വലിയ ഒരു ഫോറസ്റ്റ് ലാൻഡിൽ വലിയൊരു എൻക്രോച്ച്മെൻറ്റ് നടത്തുകയും ഫോറസ്റ്റ് റിസർവിന് ഒരു വലിയ കോട്ടം സംഭവിക്കുകയും എക്കോളജിക്കൽ ഇംബാലൻസ് ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് ഫോറസ്റ്റ് ലാൻഡിൽ അന്നുണ്ടായ ഒരു പ്രശ്നം. ഇതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ മാർഗങ്ങളാണ് പിന്നീട് വന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫലമായിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 വന്നു. പിന്നീട് നാഷണൽ ഫോറസ്റ്റ് പോളിസി 1952 വന്നു. അത് പുതിയ ന്യൂ നാഷണൽ ഫോറസ്റ്റ് പോളിസി 1980 വന്നിട്ടുണ്ട്. പിന്നെ നാഷണൽ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 വന്നു. ഇതിൻ്റെ ഫലമെല്ലാം ആയിട്ട് ഫോറസ്റ്റിൻ്റെ ഒരു സംരക്ഷണവും ഫോറസ്റ്റ് കൺസർവേഷനും പിന്നെ എൻവിറോൺമെൻ്റൽ ആൻഡ് എക്കോളജിക്കൽ സെക്യൂരിറ്റി, റെസ്ട്രിക്ഷൻ ഓൺ ഹണ്ടിങ്, റിസർവ് ഫോറസ്റ്റ് ഇത്തരത്തിലുള്ള വഴികളെല്ലാം ഫോറസ്റ്റ് ലാൻഡിൽ തുറന്നു. അപ്പോൾ ഫോറസ്റ്റ് റിസർവ് എന്നുള്ള ഒരു ടോപ്പിക് വന്നു. നാഷണൽ പാർക്ക് അത്തരത്തിലുള്ള നാഷണൽ റിസർവ്, ഫോറസ്റ്റ് റിസർവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നോക്കാം. 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഫോറസ്റ്റ് കൺസർവേഷൻ്റെ ആക്ട് പ്രകാരം ഒരു സ്റ്റേറ്റ് നോൺ ഫോറസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ മേടിക്കൽ അനിവാര്യമായിട്ട് വന്നു. അതിനു മുന്നേ 1976 42nd അമെൻമെൻറ്റ് ആക്ട് പ്രകാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും ഫോറസ്റ്റിനെ 7th ഷെഡ്യൂളിലുള്ള കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അപ്പോൾ സ്റ്റേറ്റിനെ 42nd ഫോറസ്റ്റിനെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് 42nd 1976 അമെൻമെൻറ്റ് പ്രകാരമാണ്. അങ്ങനെ ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ലാർജ് ട്രീ കട്ടിങ് 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പ്രകാരം ലാർജ് ട്രീ കട്ടിങ് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. പിന്നെ ബിസിനസ് എസ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റൊക്കെ ലഘൂകരിക്കപ്പെട്ടു. പിന്നെ ഈ ഫോറസ്റ്റ് റൈറ്റ് അതിൻ്റെ ഫോറസ്റ്റ് റിസർവിൻ്റെ റൈറ്റ് പ്രൊട്ടക്ഷനും പിന്നെ കളക്ഷനൊക്കെ ഷെഡ്യൂൾ ട്രൈബ്സിൻ്റെ കീഴിലായി. പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള മാലീഷ്യസ് പ്രോസസ്സൊന്നും വളരെ ഈ ഫോറസ്റ്റ് റിസർവിനെ ഇക്കോളജിക്കൽ ഇംബാലൻസ് ഉണ്ടാകുന്ന
മാലീഷ്യസ് പ്രോസസ്സൊന്നും നിർത്തിയ ഉണ്ടായില്ല. ഇതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? 1994 ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി നടന്നു. ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. 1997 പബ്ലിക് ഹിയറിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ഇതിലൊന്നും ഈ ഒരു മാലീഷ്യസ് പ്രോസസ്സ് അവസാനിക്കുകയുണ്ടായില്ല. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ഈ ഫോറസ്റ്റ് റിസർവ്, ഫോറസ്റ്റ് കൺസർവേഷൻ, പിന്നെ ട്രൈബൽ പീപ്പിളിൻ്റെ അല്ലെങ്കിൽ പരമ്പരാഗതമായ വനത്തിൽ താമസിക്കുന്ന ട്രൈബൽ പീപ്പിൾസിൻ്റെ ഒക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് പിന്നീട് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് 2006 വന്നത്. ഫോറസ്റ്റ് റൈറ്റ് ആക്ട് 2006 വരികയാണ് ചെയ്തത്. ഇതാണ് ഫോറസ്റ്റ് റൈറ്റ് 2006ൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഒരു ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ടിനെ കുറിച്ച് പഠിക്കാനുള്ള റീസൺ? ഒരു കറണ്ട് കോണ്ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീർ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്തു? ഇപ്പോൾ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് 2006 ഇംപ്ലിമെൻറ്റിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരേക്കും 2019 31 ഒക്ടോബർ വരേക്കും ജമ്മു ആൻഡ് കാശ്മീരിൽ ഈ ഒരു ആക്ട് അപ്ലിക്കബിൾ ആയിരുന്നില്ല. പക്ഷേ റീഓർഗനൈസേഷന് ശേഷമാണ് ഈ ലോ അപ്ലിക്കബിൾ ആയത്. അപ്പോൾ ജാനുവരി 15, 2021 ഈ ഫോറസ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ അസസിങ് എക്സ്റ്റെൻഡ് ചെയ്യും. പിന്നെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ജാനുവരി 31, 2021 മുമ്പായിട്ട് തന്നെ ഈ ഫോറസ്റ്റ് റെക്കോർഡ് പ്രിപ്പയർ ചെയ്യും. മാർച്ച് 1, 2021 മുമ്പാകെ ഈ ഒരു റെക്കോർഡ് അപ്രൂവ് ചെയ്യും. പിന്നെ ഫോറസ്റ്റ് ട്രൈബൽ പീപ്പിൾസിന് ഫോറസ്റ്റ് റൈറ്റ്സ് ഗ്രാൻറ്റ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. ഇത് ഈ ചീഫ് സെക്രട്ടറി ആയിരുന്ന VVR സുബ്രഹ്മണ്യൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഷെഡ്യൂൾ ടൈപ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് ആക്ടിൻ്റെ റിവ്യൂ അനുസരിച്ചിട്ടാണ് ഈ ഇൻഫർമേഷൻ വന്നത്. ഇതിൻ്റെ ഫലമായിട്ട് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ഈ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സിനും പിന്നെ ട്രൈബൽ പീപ്പിൾസിനും അവരുടെ റൈറ്റ്സ് ഫോറസ്റ്റ് ലാൻഡ് നൽകുക, പിന്നെ അവരുടെ ഹാബിറ്റേഷൻ നിലനിർത്തുക, സെൽഫ് കൾട്ടിവേഷൻ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക, പിന്നെ ലൈവ്ലിഹുഡ് നൽകുക, പിന്നെ ഓണർഷിപ്പ് നൽകുക, പിന്നെ ഈ ഫോറസ്റ്റ് റിസർവിൻ്റെ കളക്ഷൻ ആൻഡ് ആക്സസ് നൽകുക. ഇത്തരത്തിൽ അവിടുത്തെ ജമ്മു ആൻഡ് കാശ്മീരിലെ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ജമ്മു ആൻഡ് കാശ്മീരിലെ അഡ്മിനിസ്ട്രേഷൻ ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫറബിൾ ചെയ്യുകയാണെങ്കിലും ഇത് കോൺഫേർ ചെയ്തത് ഹെറിറ്റബിൾ വഴിയാണ്. പക്ഷെ നോട്ട് അലൈനബിൾ ഓർ ട്രാൻസ്ഫറബിൾ വഴിയല്ല. ഈ ഒരു ആക്ട് കോൺഫേർ ചെയ്തത് അണ്ടർ ദിസ് ആക്ട് ഷാൽ ബി ഹെറിറ്റബിൾ ബട്ട് നോട്ട് അലൈനബിൾ ഓർ ട്രാൻസ്ഫറബിൾ അല്ല. ഈ ആക്ട് റെക്കമെൻഡേഷൻ ചെയ്യുന്നത് ഗ്രാമസഭയാണ്. ഫോറസ്റ്റ് ലാൻഡ് ഗ്രാമസഭയാണ് ഈ ആക്ട് റെക്കമെൻഡേഷൻ ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സിവിൽ സർവീസിൽ ഒരു പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ 1 ഹെക്ടറിൻ്റെ പൊസഷൻ വേണമെങ്കിൽ ഗവൺമെൻറ്റിന് സ്കൂള്, ഹോസ്പിറ്റൽ, മൈനർ വാട്ടർ ബോഡീസ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്ട്രക്ചർ, മൈനർ ഇറിഗേഷൻ കനാൽ, വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ്, നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ആൻഡ് റോഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി സുപ്രീം കോടതിയുടെ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഷെഡ്യൂൾ ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സിനെ എവിക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ സുപ്രീം കോടതി ഒരു പ്രാവശ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി 16 സ്റ്റേറ്റ്സിൻ്റെ സെക്രട്ടറീസിന് ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്തത്. അന്ന് അരുൺ മിശ്ര ജസ്റ്റിസ് അരുൺ മിശ്ര ആയിരുന്നു ബെഞ്ചിലുണ്ടായിരുന്നത്. നവീൻ സിൻഹ, ഇന്ദിരാ ബാനർജി ചീഫ് സെക്രട്ടറീസിനാണ് ഈ ഓർഡർ നൽകിയത്. പക്ഷേ ഈ ഓർഡർ പിന്നീട് സുപ്രീം കോടതി തന്നെ പിൻവലിക്കുകയാണ് ചെയ്തത്. അത്രത്തോളം സുപ്രീം കോടതി അന്ന് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ഫോറസ്റ്റ് റൈറ്റ്സ് ഗ്രാമസഭയും സ്റ്റേറ്റ് അണ്ടർ ദ ഫോറസ്റ്റ് റൈറ്റ് ആക്ടും ക്ലെയിം റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എക്സാമിൻ ചെയ്യണമെന്നായിരുന്നു അന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു റിപ്പോർട്ട്. ഈ ഓർഡർ സുപ്രീം കോടതിയുടെ ഓർഡർ അവർ തന്നെ സ്റ്റേ ചെയ്യാണ് ഉണ്ടായത്. ഇതിൻ്റെ ഫലമായിട്ട് അപ്പോൾ ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് 2006 ഫോറസ്റ്റ് റൈറ്റ് ആക്ട് 2006
ഇതിൻ്റെ ഫലമായിട്ട് ഈ ട്രൈബൽ പീപ്പിൾസിന് എന്തു സംഭവിച്ചു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഈ സുപ്രീം കോർട്ട് ഓർഡർ ആയിരുന്നു അതിൻ്റെ സുപ്രീം കോർട്ട് ഓർഡറിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ സുപ്രീം കോർട്ട് തന്നെ അത് ഓർഡർ സ്റ്റേ ചെയ്തത് ഈ ആക്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനനുസരിച്ചിട്ടാണ്. പക്ഷേ എവിക്ഷൻ കൊണ്ടുവന്നതും ഈ ആക്ടിന് ഒരു ദുർബല നിമിഷം വരികയുണ്ടായി. പക്ഷേ സുപ്രീം കോടതി തന്നെ ആ ആക്ട് ഓർഡർ സ്റ്റേ ചെയ്തപ്പോൾ അതിന് കൂടുതലും ഫോറസ്റ്റ് റൈറ്റ് ആക്ടിന് കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്തത്.